ആ കൊടുങ്കാട് അപ്പോഴും ഇരുട്ടിനാൽ മൂടപ്പെട്ടിരുന്നു. നിശാചരന്മാരായ പക്ഷികൾ ഇരപിടിക്കാൻ ഇറങ്ങുന്ന സമയം. ആകാശത്തെ മഴമേഘങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ആ കാടിൻ്റെ വന്യത ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. ദൂരെ ഇവിടെ നിന്നോ ഒരു ചൂട്ടിൻ്റെ വെളിച്ചം ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്നുണ്ട്. ആരെയും ഭയപ്പെടുത്തുന്ന ഇരുട്ടിൽ ഇത്ര ധൈര്യത്തിൽ കൊടുങ്കാട്ടിലൂടെ ചൂട്ടും തെളിച്ചു വരുന്നത് വേറെ ആരുമായിരുന്നില്ല. അതിപ്രഗത്ഭനും ദുഷ്ടാത്മാക്കളുടെ പേടിസ്വപ്നവുമായ മേൽപ്പത്തൂർ മനയിലെ മാന്ത്രികൻ ശങ്കരൻ നമ്പൂതിരിയായിരുന്നു. കൂടെ അദ്ദേഹത്തിൻ്റെ സഹായി കൃഷ്ണനുണ്ണിയും ഉണ്ടായിരുന്നു. ഇരുവരും ധൃതിയിൽ മനയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഏതോ ദൂരനാട്ടിൽ അതിഭീകരമായ ഒരു ശക്തിയെ പിടിച്ചു കെട്ടിയിട്ട് വരുന്ന വഴിയാണ് നമ്പൂതിരി അതീവ ധൈര്യശാലിയായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹായി കൃഷ്ണനുണ്ണിക്ക് അല്പം ഭയമുണ്ടായിരുന്നു. എന്നിരുന്നാലും കൃഷ്ണനുണ്ണി ശങ്കരൻ നമ്പൂതിരി കൂടെയുള്ള ധൈര്യത്തിൽ മുന്നോട്ട് നീങ്ങി. പിന്നിൽ ആരുടെയോ കാലടി ശബ്ദം കേട്ട് കൃഷ്ണനുണ്ണി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നെങ്കിലും തൻ്റെ യജമാനൻ കൂടെയുള്ള ധൈര്യത്തിൽ അയാൾ മുന്നോട്ട് നടന്നു. ചൂട്ടും വീശി നിലത്തേക്ക് നോക്കി നടന്ന കൃഷ്ണനുണ്ണി മുന്നിലെ കാലടി ശബ്ദം നിലച്ചത് ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്നായിരുന്നു ഒരു വലിയ കാറ്റ് വീശിയടിച്ചത്. ഒന്ന് ശങ്കിച്ചുപോയ കൃഷ്ണനുണ്ണി തൻ്റെ മുന്നിലേക്ക് നോക്കിയെങ്കിലും ശങ്കരൻ നമ്പൂതിരിയെ കാണാൻ കഴിഞ്ഞില്ല. കൃഷ്ണനുണ്ണി പരിഭ്രമപ്പെട്ട് ആ കൊടുങ്കാടിൻ്റെ നടുവിൽ നിന്നു. വീശിയടിച്ച കൊടുങ്കാറ്റിൽ രക്തത്തിൻ്റെ ഗന്ധം കലർന്നിരുന്നു. പേടിച്ചു പിറകൊണ്ടു നിന്ന അയാളുടെ മുന്നിലൂടെ ശരവേഗത്തിലായിരുന്നു ഒരു കരിമ്പൂച്ച ഓടിമാറിയത്. പെട്ടെന്നുള്ള ആ കാഴ്ചയിൽ കൃഷ്ണനുണ്ണി പേടിച്ച് പിന്നിലേക്ക് വീണു. തൻ്റെ തല അരികിലുള്ള പാറപ്പുറത്ത് തട്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കൈകൊണ്ട് വേഗം തല പൊത്തിപ്പിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കൈയുരഞ്ഞ് അല്പം ചോര പൊടിഞ്ഞു. തൻ്റെ തോൾമുണ്ടിൻ്റെ അറ്റം കീറി കൈകെട്ടുന്നതിനിടയിൽ തൻ്റെ തോളിൽ ഒരു കരതലം അമർന്നത് അയാൾ ശ്രദ്ധിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ കൃഷ്ണനുണ്ണി കണ്ടത് തൻ്റെ യജമാനനെയാണ്. അങ്ങിതെവിടെ പോയിരുന്നു? ഞാൻ ഒരുപാട് തിരഞ്ഞു. അങ്ങേക്ക് എന്താണ് പറ്റിയത്? കൃഷ്ണനുണ്ണി ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഇത് കേട്ടിട്ട് നമ്പൂതിരിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാനല്ല കൃഷ്ണ പോയത്. എൻ്റെ പിന്നിൽ നടന്നിരുന്ന നീ പെട്ടെന്ന് തന്നെ എന്നെയും തട്ടിമാറ്റി മുന്നിലേക്ക് ഓടി. എത്ര വിളിച്ചിട്ടും നീ നിന്നില്ല. നിന്റെ പിന്നിൽ ഏതോ ഒരു കൊടിയ സത്വവും ഉണ്ടായിരുന്നു. ഒരു വിധത്തിലാണ് ഞാൻ അതിനെ ഓടിച്ചു വിട്ടത്. നീ എഴുന്നേൽക്ക്, വാ നമുക്ക് പോകാം, ശങ്കരൻ പറഞ്ഞു നിർത്തി. ഇത് കേട്ട കൃഷ്ണനുണ്ണി തൻ്റെ കയ്യിലെ മുറിവും ഉയർത്തിപ്പിടിച്ച് പതിയെ എഴുന്നേറ്റു. നമ്പൂതിരിയുടെ മുഖം പെട്ടെന്നാണ് മാറിയത്. നമ്പൂതിരി വേഗം മുഖം വെട്ടി തിരിച്ച് മുന്നോട്ട് നടന്നു. നമ്പൂതിരിയുടെ പുറകെ കൃഷ്ണനുണ്ണിയും. ചുറ്റും ഭയാനകമായ നിശബ്ദത നിറഞ്ഞു നിന്നു. നമ്പൂതിരിയുടെ കയ്യിലിരുന്ന ചൂട്ട് കൃഷ്ണനുണ്ണി തൻ്റെ കയ്യിലേക്ക് വാങ്ങി നമ്പൂതിരിയുടെ മുന്നിൽ നടന്നു. അങ്ങനെ മുന്നോട്ട് നടന്നു പോകവേ നമ്പൂതിരിയുടെ സംസാരം പൊടുന്നനെ നിന്നു. പെട്ടെന്നൊരു സംശയത്തോടെ നിന്ന കൃഷ്ണനുണ്ണി വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. കാറ്റിന് മുമ്പത്തെ പോലെ രക്തത്തിൻ്റെ ഗന്ധവും കൂടെ പാലപ്പൂവിൻ്റെ സുഗന്ധവും ഉണ്ടായിരുന്നു. ആ കൊടുംവനത്തിൽ താൻ ഒറ്റപ്പെട്ടുപോയോ എന്ന സംശയമായി അയാൾക്ക്. കാറ്റിൽ പറന്ന കരിയിലകൾ അയാളുടെ ശരീരത്തിലേക്ക് വന്നു പതിച്ചു. തിരിഞ്ഞു നോക്കിയ കൃഷ്ണനുണ്ണി കാണുന്നത് തൻ്റെ യജമാനൻ ശങ്കരൻ നമ്പൂതിരിയുടെ സ്ഥാനത്ത് ഉടലാകെ വെന്തുവെണ്ണീറായി, കണ്ണുകൾ പുറത്തേക്ക് തള്ളി, വായ തുറന്ന് കൈകളിലെ മാംസം പൊള്ളിയടർന്ന് ദുർഗന്ധം വമിക്കുന്ന ശരീരത്തോടെ തൻ്റെ അടുത്തേക്ക് പ്രത്യേകതരം ഭീകര ശബ്ദം മുഴക്കി വരുന്ന രൂപത്തെയാണ്. അതുകണ്ട് കൃഷ്ണനുണ്ണി ഭയന്ന് സ്തംഭിച്ചുപോയി. ആ വികൃത രൂപം ഇരുകൈകളും നീട്ടി തൻ്റെ അടുത്തേക്ക് നടന്നെടുത്തതും കൃഷ്ണനുണ്ണി തിരിഞ്ഞോടാൻ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി. എന്നാൽ അയാൾക്ക് തൻ്റെ കാലുകളെ വേഗത്തിൽ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ വികൃത രൂപം അതിൻ്റെ കൈ കൃഷ്ണനുണ്ണിയുടെ തോളിലേക്ക് മെല്ലെ അമർത്തിയതും അഴുകിയ മാംസത്തിൻ്റെ രൂക്ഷഗന്ധം അയാളുടെ നാസികയിലേക്ക് തുളഞ്ഞു കയറി. അയാളുടെ തൊണ്ടയിൽ നിന്നും ഇടറിയതും വ്യക്തമല്ലാത്തതുമായ ശബ്ദശകലങ്ങൾ പുറത്തേക്ക് വന്നു. ഈ സമയം നമ്പൂതിരി വഴിമാറിപ്പോയ കൃഷ്ണനുണ്ണിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മഹാമാന്ത്രികനായ അദ്ദേഹത്തിന് എന്തോ ഒരു ദുസൂചന ലഭിക്കുകയും ഉടൻ തന്നെ അദ്ദേഹം കണ്ണടച്ച് മനസ്സിൽ തൻ്റെ ഉപാസനാമൂർത്തിയായ കാളീദേവിയെ ധ്യാനിക്കുകയും ചെയ്തു. ശേഷം നമ്പൂതിരി കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കി നടന്നു. മുന്നിൽ ഒരുപാട് തടസ്സം നേരിട്ടിട്ടും നമ്പൂതിരി മുന്നോട്ട് തന്നെ നീങ്ങി. നിരവധി തവണ തന്നെ പേടിപ്പിക്കാൻ നോക്കിയ ആ ശക്തി ഏതെന്ന് തിരിച്ചറിയാൻ നമ്പൂതിരിക്ക് കഴിഞ്ഞില്ല. ഏതൊരു ശക്തിയെയും താൻ പേടിക്കാത്തതാണ്. എന്നാൽ ഈ ശക്തിക്ക് മുന്നിൽ മാത്രം താൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? തൻ്റെ മന്ത്രങ്ങളും തന്ത്രങ്ങളുമൊന്നും ഫലപ്പെടാതായപ്പോൾ നമ്പൂതിരി അല്പമൊന്ന് ആശങ്കപ്പെട്ടു. ഭയം മൂലം കൃഷ്ണനുണ്ണി തൻ്റെ ഇരുകണ്ണുകളും ഇറുക്കി അടച്ചു. അയാളുടെ ഉടലാകെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് മൂടി. കയ്യിലിരുന്ന ചൂട്ടുകെട്ട് നിലത്തേക്ക് പതിച്ചു. പതിയെ അയാൾ പിന്നിലേക്ക് ചൂടുവെച്ചതും ഒരു മരത്തിൽ ചെന്ന് തട്ടി നിന്നു. 2 നിമിഷം കടന്നതും അഴുകിയ മാംസത്തിൻ്റെ ദുർഗന്ധമോ ഭയപ്പെടുത്തുന്ന ഭീകര ശബ്ദങ്ങളോ ഇല്ലാതായപ്പോൾ കൃഷ്ണനുണ്ണി തൻ്റെ കണ്ണുകൾ പതിയെ തുറന്നു. തൻ്റെ മുന്നിൽ ആരെയും കാണാൻ അയാൾക്ക് സാധിച്ചില്ല. ഒന്ന് നെടുവീർപ്പിട്ട് മരത്തിൽ പിടിച്ചെഴുന്നേറ്റപ്പോൾ അയാളുടെ പിന്നിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം തന്നെ വിളിക്കുന്നത് കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടുചേലയണിഞ്ഞ് സുന്ദരിയായ ഒരു പെൺകുട്ടി. മുട്ടറ്റം നീണ്ടു വളർന്ന കറുത്ത ഇടതൂർന്ന മുടിയിഴകൾ. അവളുടെ കണ്ണുകളിൽ കരിമഷി എഴുതിയിരുന്നു. കറുത്ത ഇടതൂർന്ന പുരികക്കൊടികൾക്കിടയിൽ ചന്ദ്രൻകുറിയും കഴുത്തിൽ ഒരു പാലക്കാമാലയും അണിഞ്ഞിരുന്നു.
ഗർഭിണികളുടേതുപോലെ വയർ അല്പം വീർത്തിരുന്നു. അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ കൃഷ്ണനുണ്ണി ഒരു ശില പോലെ തറഞ്ഞു നിന്നു. മേപ്പടിയില്ലത്തെ മാധവി, അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അപ്പോൾ കൃഷ്ണൻ എന്നെ ഓർമ്മയുണ്ടല്ലേ? ആ സ്ത്രീ രൂപം ചോദിച്ചു. എങ്ങനെ മറക്കുമല്ലേ? സ്വന്തം പോലെ കണ്ടിട്ട് ഉപേക്ഷിച്ചു പോയതല്ലേ നിന്റെ യജമാനൻ? നിന്നെയല്ല, എനിക്ക് വേണ്ടത് അയാളെയാണ്. മേൽപ്പത്തൂർ ശങ്കരൻ നമ്പൂതിരി. കൊണ്ടുവാ അയാളെ, നിന്റെ യജമാനനെ. അവൾ പൊട്ടിച്ചിരിച്ചു. അല്പനേരം കഴിഞ്ഞതും പേടിച്ചരണ്ട് മരച്ചൂട്ടിലിരിക്കുന്ന കൃഷ്ണനുണ്ണിയുടെ അടുത്തേക്ക് നമ്പൂതിരി നടന്നെടുത്തു. കാര്യമെന്താണെന്ന് തിരക്കിയ നമ്പൂതിരിയോട് തൻ്റെ കയ്യൽപ്പം മുന്നിലേക്ക് ചൂണ്ടി ആ സ്ത്രീ രൂപത്തെ കാണിച്ചു കൊടുത്തു. മുഖത്തേക്ക് അഴിഞ്ഞുലഞ്ഞ മുടിയിഴകൾ പാറിപ്പറന്നു കിടക്കുന്ന ഒരു സ്ത്രീരൂപം അവർക്ക് മുന്നിലായി നിന്നു. ഒരു വലിയ കാറ്റ് ആഞ്ഞടിച്ചതും ആ സ്ത്രീയുടെ മുഖത്ത് വീണു കിടന്നിരുന്ന മുടിയിഴകൾ തെന്നിമാറി. അവളുടെ മുഖം കണ്ട നമ്പൂതിരി അല്പം ഭയന്നു. മാധവി, അയാളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. തൻ്റെ ധൈര്യം ചോർന്നു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. എന്താ ശങ്കര, എന്നെ മറന്നില്ല അല്ലേ? എങ്ങനെ മറക്കാനാ? സ്നേഹിച്ച പെണ്ണിനെയും അവളുടെ വയറ്റിൽ വളർന്ന സ്വന്തം ചോരയെയും പച്ചയ്ക്ക് കൊളുത്തി കൊന്നില്ലേ നീ? എന്തു കരുതി ഞാനങ്ങില്ലാതായെന്നോ? ദൈവങ്ങൾക്ക് പോലും എന്നെയൊന്നും ചെയ്യുവാൻ കഴിയില്ല. നീ എന്നെ തളച്ച പഴയ കോവിലകത്തിൻ്റെ അറയിലേക്ക് ഒരു ഗർഭിണി കടന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രയായി. കടന്നത് വേറെ ആരുമല്ല, നിന്റെ ഭാര്യ തന്നെയാണ്. അവളെയും അവളുടെ ഉദരത്തിൽ വളരുന്ന നിന്റെ ചോരയെയും ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ നിന്റെ കുടുംബത്തിലുള്ള എന്നെ ഉപദ്രവിക്കാൻ കാരണമായ എല്ലാവരുടെയും അന്ത്യം കുറിച്ചിട്ടേ ഞാൻ മടങ്ങൂ. മാധവി പൊട്ടിച്ചിരിച്ചു. അവളുടെ അലർച്ച കാടെങ്ങും മുഴങ്ങി. ഞൊടിയിടയിൽ തന്നെ അവൾ അവിടെ നിന്നും ധൂളികളായി മാഞ്ഞുപോയി. പിറ്റേ ദിവസം കാടിനുള്ളിലൂടെ പോയ കുറച്ച് നാട്ടുകാരാണ് ശങ്കരൻ നമ്പൂതിരിയെയും സഹായിയായ കൃഷ്ണനുണ്ണിയെയും മനയിലേക്ക് എത്തിച്ചത്. മനയിലെത്തിയ ശങ്കരൻ നമ്പൂതിരിക്കും കൃഷ്ണനുണ്ണിക്കും ബോധം തെളിഞ്ഞ ശേഷമാണ് ആ വിവരം നാട്ടുകാർ അറിയുന്നത്. മാധവി എന്ന യക്ഷി സ്വതന്ത്രയായിരിക്കുന്നു. അതിൻ്റെ കാരണം കേട്ട നമ്പൂതിരിയുടെ ഭാര്യ ഞെട്ടി. തൻ്റെ വാക്ക് ധിക്കരിച്ച് പഴയ കോവിലകത്തേക്ക് പോയ തൻ്റെ ഭാര്യയോട് നമ്പൂതിരി പിന്നീട് സംസാരിച്ചതുമില്ല. നല്ല ക്ഷീണം അനുഭവപ്പെട്ട നമ്പൂതിരി കുളിക്കുവാനായി മനയിലെ കുളത്തിൻ്റെ കരയിലേക്ക് പോയി. അത്രയും നേരം തെളിഞ്ഞു നിന്ന ആകാശം പെട്ടെന്ന് കാർമേഘങ്ങൾ കൊണ്ട് ഇരുണ്ടുമൂടി. തൻ്റെ വരവറിയിച്ചുകൊണ്ട് മാധവി കൊടുങ്കാറ്റായി ആഞ്ഞുവീശി. അതിപ്രഗത്ഭനും പ്രസിദ്ധ മാന്ത്രികനുമായ ശങ്കരൻ നമ്പൂതിരി മാധവിക്ക് മുന്നിൽ മാത്രം തോറ്റുപോകുന്നുവോ? നമ്പൂതിരിയുടെ കാലുകൾ ഇടറി. കുളത്തിൻകരയിലേക്ക് പോകുന്ന വഴിയിലെ മരങ്ങളുടെ വള്ളികൾ സർപ്പങ്ങളെപ്പോലെ ഇഴഞ്ഞുവന്ന് നമ്പൂതിരിയുടെ ഇരുകാലുകളിലും ചുറ്റിപ്പിണഞ്ഞു. അവ നമ്പൂതിരിയെ മുകളിലേക്ക് എടുത്തുയർത്തി. ഈ സമയം മാധവി തൻ്റെ യഥാർത്ഥ രൂപത്തിൽ നമ്പൂതിരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാമാന്ത്രികനായ മേൽപ്പത്തൂർ ശങ്കരൻ നമ്പൂതിരി അവളുടെ ഭയാനകമായ രൂപം കണ്ട് ഭയന്നു വിറച്ചു. ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ രക്തത്തിൻ്റെയും അഴുകിയ മാംസത്തിൻ്റെയും ദുർഗന്ധമായിരുന്നു. നമ്പൂതിരിയുടെ മൂക്കിലേക്ക് ആ ദുർഗന്ധം ഇരച്ചുകയറി. ഒന്ന് പിടഞ്ഞ നമ്പൂതിരി തൻ്റെ മുന്നിൽ നിൽക്കുന്ന മാധവിയുടെ ഭീകരരൂപത്തിലേക്ക് നോക്കി. തലയിൽ ഒരു മുടി പോലുമില്ല. കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി. ദേഹമാസകലം പൊള്ളിയടർന്ന ഭീകരരൂപം. മാംസകഷ്ണങ്ങൾ പൊള്ളിയടർന്ന പുഴുക്കൾ നുരയുന്ന അവളുടെ കൈകൾ നമ്പൂതിരിയുടെ അടുത്തേക്ക് നീണ്ടുവന്നു. ആ കൈകളാൽ അവൾ നമ്പൂതിരിയുടെ ഇരുകണ്ണുകളും ചൂഴ്ന്നെടുത്തു. വേദനയാൽ പുളഞ്ഞ നമ്പൂതിരിയുടെ അലർച്ച ആ പ്രദേശമാകെ അലയടിച്ചു. ഇരുകാലുകളെയും ബന്ധിച്ചിരുന്ന മരത്തിൻ്റെ വള്ളികൾ ഇരുദിക്കുകളിലേക്കും തെന്നി നീങ്ങി. നമ്പൂതിരിയുടെ ശരീരം രണ്ടായി കീറിമുറിഞ്ഞു. അവിടമാകെ രക്തക്കളമായി. ഇരുകാലുകളെയും ബന്ധിച്ച മരത്തിൻ്റെ വള്ളികൾ കാലുകളിൽ നിന്നും വേർപെട്ടു. കീറിമുറിക്കപ്പെട്ട നമ്പൂതിരിയുടെ ഉടൽ നിലത്തേക്ക് പതിച്ചു. മാധവി ആർത്തട്ടഹസിച്ചു. കുളക്കടവിലേക്ക് പോയ ശങ്കരൻ നമ്പൂതിരിയെ ഏറെ വൈകിയിട്ടും കാണാതെ വന്നതോടെ മനയിലുള്ളവർ തിരഞ്ഞിറങ്ങി. പകലിലും നാട് കാർമേഘങ്ങളാൽ ഇരുട്ടുമൂടിക്കിടന്നു. മനയിൽ നിന്നും കുറച്ച് പണിക്കാർ നമ്പൂതിരിയെ തിരഞ്ഞിറങ്ങി. കാവിലെ കുളത്തിനരികിലേക്ക് പോയ പണിക്കാർ നമ്പൂതിരിയെ കാണാതെ തിരികെ വന്നു. പിന്നീട് തറവാട് വക കുളത്തിനരികിലേക്ക് നടന്നു. കുളത്തിനരികിലേക്ക് പോകുന്നതിൻ്റെ വഴിയോരത്തായി നമ്പൂതിരിയുടെ മേൽമുണ്ട് കിടപ്പുണ്ടായിരുന്നു. അല്പം മുന്നിലേക്ക് ചെന്നതും അവിടമാകെ ചോരക്കളം കണ്ട് പണിക്കാർ നടുങ്ങി വിറച്ചു. അപ്പോഴും വീശിയടിക്കുന്ന കാറ്റിൽ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം തങ്ങി നിറഞ്ഞു നിന്നു. അവിടെ നിന്ന് അല്പം മുന്നിലേക്ക് നടന്നതും നമ്പൂതിരിയുടെ ശവശരീരം കണ്ടെത്തി. നെടുകെ പിളർന്നു കീറി ഒരിറ്റ് ചോര പോലും ബാക്കിയില്ലാത്ത വിളറി വെളുത്ത 2 ശരീരഭാഗങ്ങൾ. കുടൽമാലയും മറ്റവയവങ്ങളും ഒരംശം രക്തമയമില്ലാതെ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു. ആ കാഴ്ച കണ്ട ആളുകൾ അലറി വിളിച്ചു. പണിക്കാരിൽ ചിലർ സംഭവസ്ഥലത്ത് നിന്നിട്ട് ബാക്കിയുള്ളവർ മനയിലേക്ക് തിരിച്ചു. അല്പസമയത്തിന് ശേഷം മനയിലുള്ളവരും അവിടേക്ക് വന്നു. നമ്പൂതിരിയുടെ ഭാര്യ അലറിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നു കുഴഞ്ഞു വീണു. ദാസിമാരും മറ്റുള്ളവരും ചേർന്ന് നമ്പൂതിരിയുടെ ഭാര്യയെ മനയിലേക്ക് കൊണ്ടുപോയി. ശേഷം വിധിപ്രകാരം നമ്പൂതിരിയുടെ മൃതദേഹം സംസ്കരിച്ചു. നമ്പൂതിരിയുടെ മരണത്തിന് 16 ദിവസം വരെ മാധവിയുടെ ശല്യമുണ്ടായിരുന്നില്ല. മനയ്ക്കു ചുറ്റും രക്ഷാകവചങ്ങൾ ഉണ്ടായതുകൊണ്ട് മനയ്ക്കുള്ളിലേക്ക് അവൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അവിടെയുള്ളവർ കരുതിയിരുന്നത്.
16 ദിവസങ്ങൾക്ക് ശേഷമാണ് മനയിലുള്ളവർ പുറത്തേക്കിറങ്ങുന്നത്. ശേഷം മനയിലുള്ളവർ മാധവിയെ സംഹരിക്കാനായി ശങ്കരൻ നമ്പൂതിരിയുടെ മൂത്ത അമ്മാവൻ്റെ ഇളയ മകനായ മഹാമാന്ത്രികൻ ആദിത്യൻ നമ്പൂതിരിയുടെ സഹായം അഭ്യർത്ഥിച്ചു. കാര്യങ്ങളുടെ ഗൗരവം അറിയാവുന്നതുകൊണ്ട് ആദിത്യൻ നമ്പൂതിരി ആ ദൗത്യം ഏറ്റെടുത്തു. ദൗത്യം ഏറ്റെടുത്ത ശേഷം ആദിത്യൻ നമ്പൂതിരിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ശേഷം അദ്ദേഹം മേൽപ്പത്തൂർ മനയിലേക്ക് യാത്ര തിരിച്ചു. അതിരാവിലെ പുറപ്പെട്ട ആദിത്യൻ നമ്പൂതിരി മേൽപ്പത്തൂർ ദേശത്തെത്തിയപ്പോൾ നേരം രാത്രിയോടടുത്തിരുന്നു. ഭയാനകമായ കാട്ടിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. നിശാചരന്മാരായ പക്ഷികൾ ഇര പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ നേരം. മങ്ങിയ ചന്ദ്രപ്രകാശം അവിടമാകെ പരന്നു. കൂമൻ്റെ കുറുകൽ ഇരുട്ടിൻ്റെ ഭീകരതയെ വർദ്ധിപ്പിച്ചു. കുറേയധികം ഉള്ളിലോട്ട് കടന്നതും ആരോ തന്നെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അല്പം കൂടി മുന്നോട്ട് നടന്നതും പിന്നെയും ആരോ തന്നെ പിന്തുടരുന്നതായുള്ള കാലൊച്ച കേട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയെങ്കിലും വീണ്ടും ആരെയും കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇതൊക്കെ മാധവിയുടെ കളിയാണെന്ന്. പിന്നിൽ നിന്നും കളിക്കാതെ മുന്നോട്ട് വാ മാധവി. ആദിത്യൻ നമ്പൂതിരിയുടെ ശബ്ദം അവിടമാകെ മുഴങ്ങി. അപ്പോഴേക്കും അഴുകിയ മാംസത്തിൻ്റെ ഗന്ധം വഹിച്ചുള്ള കൊടുങ്കാറ്റ് അദ്ദേഹത്തെ പൊതിഞ്ഞു. ഒരു പൊട്ടിച്ചിരിയുടെ അകമ്പടിയോടെ മാധവി അദ്ദേഹത്തിന് മുന്നിൽ വികൃത രൂപത്തിലല്ലാതെ പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെടുത്താതെ അവൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു. പിന്നീട് ഒന്നും മിണ്ടാതെ ധൂളി കണക്കെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. ആദിത്യൻ നമ്പൂതിരി തൻ്റെ യാത്ര തുടർന്നു. വൈകാതെ തന്നെ അദ്ദേഹം മേൽപ്പത്തൂർ മനയിലെത്തി. അല്പം വിശ്രമിച്ച ശേഷം കുളക്കരയിലേക്ക് കുളിക്കുവാനായി പോയി. കുളി കഴിഞ്ഞ് തിരിച്ച് മനയിലേക്ക് വന്ന് മാധവിയുടെ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. അല്പസമയം കണ്ണടച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരു തീർന്നു. മാധവിയെ ഉടൻ തന്നെ ഇല്ലാതാക്കണം, അദ്ദേഹം തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പിറ്റേന്ന് നേരം പുലർന്നതും ആദിത്യൻ നമ്പൂതിരി പഴയ കോവിലകമായ മേപ്പാടി ഇല്ലത്തേക്ക് പോയി. ഇല്ലത്തിൻ്റെ പടിപ്പുരവാതിൽ കരകര ശബ്ദത്തോടെ നമ്പൂതിരിക്ക് മുന്നിൽ തുറന്നു. ആദിത്യൻ നമ്പൂതിരി ഇല്ലത്തേക്ക് കാലെടുത്തു വെച്ചതും ഒരു കൊടുങ്കാറ്റ് ആഞ്ഞുവീശി. കാറ്റിൻ്റെ ശക്തിയിൽ മുറ്റത്ത് കിടന്ന കരിയിലകൾ പാറിപ്പറന്നു. ഇല്ലത്തിൻ്റെ പ്രധാന വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. ഒരു കൂട്ടം കടവാവലുകൾ പുറത്തേക്ക് പറന്നു വന്നു. മനുഷ്യമാംസം കത്തുന്ന രൂക്ഷഗന്ധം അവിടമാകെ പരന്നു. ഇതേസമയം മേൽപ്പത്തൂർ മനയിലെ ശങ്കരൻ നമ്പൂതിരിയുടെ സഹോദരി സാവിത്രി മുകളിലെ നിലയിൽ അവളുടെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. സാവിത്രി കിടക്കുന്ന കട്ടിലിനോട് ചേർന്നായിരുന്നു പുറത്തേക്കുള്ള ജാലകം തുറന്നു കിടന്നിരുന്നത്. അല്പസമയം കഴിഞ്ഞതും അവളുടെ മൂക്കിലേക്ക് ഒരു രൂക്ഷഗന്ധം വന്നടിക്കാൻ തുടങ്ങി. അവൾ കണ്ണുകൾ പതിയെ തുറന്ന് ജാലകം വഴി പുറത്തേക്ക് നോക്കി. പ്രത്യേകിച്ചൊന്നും തന്നെ അവൾക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. അവൾ മുറിക്ക് പുറത്തിറങ്ങി നോക്കി. പക്ഷെ അവളുടെ മുറിയിലല്ലാതെ മറ്റെങ്ങും ആ രൂക്ഷഗന്ധമില്ലായിരുന്നു. തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് കരുതി അവൾ വീണ്ടും തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. അവൾ വീണ്ടും കട്ടിലിലേക്ക് കിടന്ന് ഇരു കണ്ണുകളും അടച്ചു. ആ സമയം വീണ്ടും മുറിയിലേക്ക് ആ രൂക്ഷഗന്ധം വന്നു നിറഞ്ഞു. അവൾ ഇരു കണ്ണുകളും തുറന്ന് മുറിയിലാകമാനം നോക്കി. ഒരു പുകമയം മുറിയിലാകെ നിറഞ്ഞു നിന്നു. ഓരോ നിമിഷം കടന്നുപോകും തോറും പുകമയത്തിൻ്റെ അളവ് കൂടിക്കൂടി വന്നു. ശവം കരിയുന്നതിൻ്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. പെട്ടെന്ന് തന്നെ അവൾ മുറിയുടെ വാതിൽ തുറക്കാൻ നോക്കിയതും അത് പുറത്തു നിന്നും ആരോ പൂട്ടിയ പോലെ അടഞ്ഞു തന്നെ കിടന്നു. ഞൊടിയിടയിൽ മുറിയിലാകെ ഒരു പൊട്ടിച്ചിരി മുഴങ്ങി. അതോടൊപ്പം മുറിയിൽ ആകമാനം നിറഞ്ഞ പുകപടലം പതിയെ പതിയെ മാറാനും തുടങ്ങി. എന്നിരുന്നാലും പച്ചമാംസം കരിഞ്ഞ ഗന്ധം അവിടമാകെ അപ്പോഴും നിറഞ്ഞു നിന്നു. സാവിത്രിയുടെ കണ്ണുകളെ അതിശയിപ്പിച്ചുകൊണ്ട് മുറിയുടെ ഒരു കോണിൽ ഒരു സ്ത്രീരൂപം തെളിഞ്ഞു വന്നു. ആ സുന്ദര സ്ത്രീരൂപം കണ്ടതും സാവിത്രി ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നു. മാധവി, അവളുടെ ശബ്ദമിടറി. പതിയെ പതിയെ മാധവിയുടെ രൂപം മാറാൻ തുടങ്ങി. ഇരുകണ്ണുകളും പുറത്തേക്ക് തള്ളി. ശരീരത്തിലെ മാംസമെല്ലാം പൊള്ളിയടർന്ന് ചില സ്ഥലത്തൊക്കെ എല്ലുകൾ പുറത്തേക്ക് തള്ളിയ ദുർഗന്ധം വമിക്കുന്ന രൂപമായി അവൾ മാറി. ആ രൂപം മെല്ലെ മെല്ലെ സാവിത്രിയുടെ അടുത്തേക്ക് നടന്നു വന്നു. മാധവിയുടെ കൈകൾ സാവിത്രിയുടെ കഴുത്തിലേക്ക് അമർന്നു. ഒരു കൈയാൽ മാധവി അവളെ എടുത്തുയർത്തി. മാധവിയുടെ കൈകൾക്കുള്ളിൽ കിടന്ന് ശ്വാസം കിട്ടാതെ സാവിത്രി പിടഞ്ഞു. തൻ്റെ കയ്യിലെ കൂർത്ത നഖങ്ങൾ സാവിത്രിയുടെ കഴുത്തിലേക്ക് അവൾ ആഴ്ത്തിയിറക്കി. രക്തം അവിടമാകെ ചീറ്റിത്തെറിച്ചു. സാവിത്രിയുടെ ഉടലിൽ നിന്ന് മാധവി ശിരസ് വേർപെടുത്തി ഉടൽഭാഗം രണ്ടായി വലിച്ചു കീറി. പതിയെ പതിയെ മാധവി ധൂളികളായി അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. ശേഷം ശങ്കരൻ നമ്പൂതിരിയുടെ മൂത്ത ജ്യേഷ്ഠൻ വിഷ്ണുവിനെയും മാധവി ഈ വിധം ഇല്ലാതാക്കി. അടുത്തതായി അവൾ ലക്ഷ്യം വെച്ചിരുന്നത് ശങ്കരൻ നമ്പൂതിരിയുടെ അനുജൻ ബ്രഹ്മദത്തനെയായിരുന്നു. മനയിൽ അടുത്തിടെയുണ്ടായ ദുർമരണങ്ങൾ അവിടുത്തെ അംഗങ്ങളെ ഭയപ്പെടുത്തുന്ന വിധം ക്രൂരമായിരുന്നു. രക്ഷാബന്ധനം തകർത്ത് മാധവി എങ്ങനെ തറവാടിനുള്ളിൽ പ്രവേശിച്ചു എന്ന് ആർക്കും മനസ്സിലായില്ല. മരണങ്ങൾ നടന്ന് 16 ദിവസം കഴിഞ്ഞ് ആദിത്യൻ നമ്പൂതിരി വീണ്ടും മേപ്പാടി ഇല്ലത്തേക്ക് പോയി. ഉടനടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾ ആപത്തിലാകുമെന്ന് ആദിത്യന് തോന്നി. പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ആദിത്യൻ നമ്പൂതിരി ചെയ്തു. എന്തിനാണ് മാധവി ശങ്കരൻ നമ്പൂതിരി അടക്കം മനയിലെ മാത്രം എല്ലാവരെയും ലക്ഷ്യം വെക്കുന്നതെന്ന് ആദിത്യന് അറിയണമായിരുന്നു.
ഒപ്പം മാധവിയുടെ മരണത്തിനു പിന്നിലെ യഥാർത്ഥ സത്യവും അറിയണമായിരുന്നു. ഒടുവിൽ മാധവിയെ തിളയ്ക്കാൻ മേപ്പാടിയില്ലത്ത് കളമൊരുങ്ങി. മന്ത്രോച്ചാരണങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു. മന്ത്രങ്ങളുടെ ശക്തി കൂടുന്തോറും കാറ്റിൻ്റെ ശക്തിയും കൂടിക്കൂടി വന്നു. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൽ വിളക്കുകൾ അണയാതെ ആളിക്കത്തി. വീശിയടിക്കുന്ന കാറ്റിൽ കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ ദുർഗന്ധം കലർന്നിരുന്നു. ആദിത്യൻ നമ്പൂതിരിയും തൻ്റെ സഹായികളും മന്ത്രോച്ചാരണങ്ങളുടെ ശക്തി കൂട്ടി. നാടും നാട്ടാരും പൂജയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേർന്നു. ബ്രഹ്മദത്തനൊഴികെ മനയിലെ ബാക്കി എല്ലാ അംഗങ്ങളും പൂജയിൽ പങ്കെടുത്തു. വീശിയടിച്ച കൊടുങ്കാറ്റിൽ പല ചെറുമരങ്ങളും പിഴുതെറിയപ്പെട്ടു. കൊടുങ്കാറ്റിൻ്റെ അകമ്പടിയോടെ വിരൂപയായ മാധവി ആദിത്യൻ നമ്പൂതിരിയുടെ കളത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ മാധവിയുടെ രൂപം മുൻപത്തേക്കാളും പേടിയുളവാക്കുന്നതായിരുന്നു. ദേഹമാസകലം കത്തിക്കരിഞ്ഞ് കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി അടർന്നു വീഴാറായ നിലയിലും കത്തിക്കരിഞ്ഞ ശരീരത്തിൽ ആകമാനം പുഴുക്കൾ നുരഞ്ഞു പൊന്തുന്ന അവസ്ഥയിലുമായിരുന്നു. കൈകളിലെയും കാലുകളിലെയും അസ്ഥികൾ തെളിഞ്ഞു കാണാമായിരുന്നു. വയർഭാഗത്ത് ഒരു കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വന്ന നിലയിലുമുണ്ടായിരുന്നു. മന്ത്രോച്ചാരണങ്ങൾ പഴയതിലും ശബ്ദത്തോടെ അവിടമാകെ മുഴങ്ങി. ദുർഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. പതിയെ പതിയെ മാധവിയുടെ രൂപത്തിന് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. വിരൂപം വെടിഞ്ഞ് പട്ടുചേലയണിഞ്ഞ് കയ്യിലും കാതിലും കാലിലും ആഭരണങ്ങൾ അണിഞ്ഞ് ഒരു സുന്ദരിയായ സ്ത്രീയായി മാറി. എന്നിരുന്നാലും അവളുടെ ശൗര്യം കെട്ടിയിരുന്നില്ല. അവൾ മനയിലെ കുടുംബാംഗങ്ങൾക്ക് നേരെ ആക്രോശിച്ചു. മാധവി, ഇനി നിന്റെ കളിയൊന്നും എൻ്റെ മുന്നിൽ നടക്കില്ല. മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. മേപ്പാടിയില്ലത്തെ കുടുംബാംഗമായ നിനക്ക് മേൽപ്പത്തൂർ മനയിൽ ശത്രുക്കളുണ്ടായതെങ്ങനെ? ആദിത്യൻ നമ്പൂതിരി മാധവിയോട് ചോദിച്ചു. ആദിത്യൻ നമ്പൂതിരിയുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവൾ മേൽപ്പത്തൂർ മനയിലെ കുടുംബാംഗങ്ങൾക്ക് നേരെ മുരണ്ടുകൊണ്ടിരുന്നു. എന്നെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്നെ ഞാൻ എന്നേക്കുമായി ബന്ധിക്കും. മറിച്ചാണെങ്കിൽ പരദേവതാ രൂപത്തിൽ നിനക്ക് തറവാട്ടിൽ കുടികൊള്ളാം, ആദിത്യൻ നമ്പൂതിരി പറഞ്ഞു. എന്നെ ഇല്ലാതാക്കിയ മേൽപ്പത്തൂർ മനയിലെ കുടുംബാംഗങ്ങളോട് ഞാൻ പൊറുക്കണമെന്നാണോ നീ പറയുന്നത്? സ്വന്തം സഹോദരിയുടെ ജീവനില്ലാതാക്കിയ ആളുകൾക്ക് വേണ്ടിയാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത്. എല്ലാവരുടെയും നാശം കണ്ടിട്ടേ ഞാൻ അടങ്ങൂ, മാധവി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. വീണ്ടും അതിശക്തമായ മന്ത്രം ജപിച്ചുകൊണ്ട് ആദിത്യൻ നമ്പൂതിരി ഹോമകുണ്ഡത്തിലേക്ക് പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ചു. ഈ പ്രവൃത്തിക്ക് മാധവിയെ ശാന്തയാക്കാൻ കഴിഞ്ഞില്ല. അവൾ മന്ത്രവാദക്കളത്തിനു മുന്നിൽ നിന്നും ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചു. മാധവി പോയത് ബ്രഹ്മദത്തനെ വകവരുത്താനാണെന്ന് ആദിത്യൻ നമ്പൂതിരി തിരിച്ചറിഞ്ഞു. ഇനി ബ്രഹ്മദത്തനെ വകവരുത്തുന്നതിൽ നിന്നും അവളെ തടയാൻ ആർക്കും സാധിക്കില്ലെന്ന് ആദിത്യൻ നമ്പൂതിരി കൂടി നിന്നവരോടായി പറഞ്ഞു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ബ്രഹ്മദത്തനെ കൂടി വകവരുത്തിയാൽ അവളുടെ പ്രതികാരം പൂർണ്ണമാകും. പിന്നീടാർക്കും അവൾ ശല്യമാകില്ല. അവൻ ചെയ്ത പാപമായിരിക്കും അവനെ പിന്തുടരുന്നത്. 2 നിമിഷം കടന്നുപോയതും ദേഹമാസകലം മുറിവുകളോടെ ബ്രഹ്മദത്തൻ മാന്ത്രിക കളത്തിനു മുന്നിലേക്ക് വന്നു വീണു. തന്നെ രക്ഷിക്കണമെന്ന് അവൻ ആദിത്യനോട് അപേക്ഷിച്ചു. ബ്രഹ്മദത്തനെയും മറ്റുള്ളവരെയും മാധവി ആക്രമിക്കാനുള്ള കാരണം ആദിത്യൻ മരണാസന്നനായ ബ്രഹ്മദത്തനോട് തിരക്കി. ആ ചോദ്യത്തിനു മുന്നിൽ പതറിപ്പോയ ബ്രഹ്മദത്തൻ നിശബ്ദനായി. കാരണമറിഞ്ഞാൽ ഒരുപക്ഷെ തന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കുമെന്ന ആദിത്യൻ്റെ വാക്കുകൾ ബ്രഹ്മദത്തനെ ഒരു തുറന്നു പറച്ചിലിന് നിർബന്ധിതനാക്കി. അല്പനേരത്തിന് ശേഷം ഒരു കുറ്റസമ്മതം എന്ന പോലെ അവൻ ആ സംഭവം പറയുവാൻ തുടങ്ങി. എല്ലാവരും കുറച്ചു വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി. മേപ്പാടിയില്ലത്തെ കാരണവർ കുട്ടിശങ്കരൻ്റെ ഒറ്റമകളായിരുന്നു മാധവി. കുട്ടിശങ്കരൻ്റെ അനുജൻ കുട്ടിക്കൃഷ്ണനും മേപ്പാടിയില്ലത്ത് തന്നെയായിരുന്നു താമസം. കുട്ടിക്കൃഷ്ണന് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്തവൻ ആദിത്യൻ നമ്പൂതിരി, ഇളയവൻ ദേവിദാസൻ നമ്പൂതിരി. മേൽപ്പത്തൂർ മനയിലെ ബാലാമണിയമ്മയുടെ സഹോദരന്മാരായിരുന്നു കുട്ടിശങ്കരനും കുട്ടിക്കൃഷ്ണനും. ബാലാമണിയമ്മയുടെ മൂത്ത മകനായിരുന്നു വിഷ്ണു നമ്പൂതിരി, രണ്ടാമത്തെയാൾ ശങ്കരൻ നമ്പൂതിരി, മൂന്നാമത്തെയാൾ ബ്രഹ്മദത്തൻ നമ്പൂതിരി, ഏറ്റവും ഇളയവൾ സാവിത്രി. മാധവി ചെറുപ്പം മുതലേ കലാകായിക രംഗത്ത് മികച്ചു നിന്നിരുന്നു. മാധവിയുടെ അത്ര പോലും മികവ് സാവിത്രിക്കില്ലായിരുന്നു. കാലങ്ങൾ കടന്നുപോകവേ ശങ്കരൻ നമ്പൂതിരിക്ക് മാധവിയോട് പ്രണയം തോന്നി തുടങ്ങി. കാലം കടന്നുപോകും തോറും മാധവിയോടുള്ള ഇഷ്ടവും കൂടിക്കൂടി വന്നു. ഒരു ദിവസം സാവിത്രി വഴി ശങ്കരൻ നമ്പൂതിരിയോട് കുളക്കടവിൽ വരാൻ മാധവി ആവശ്യപ്പെട്ടു. അങ്ങനെ ശങ്കരൻ നമ്പൂതിരി കുളക്കടവിലെത്തി. അവിടെ മാധവിയുമുണ്ടായിരുന്നു. ഒടുവിൽ ആ സത്യം ശങ്കരൻ നമ്പൂതിരി തിരിച്ചറിഞ്ഞു. മാധവിയുടെ ഉദരത്തിൽ തൻ്റെ ജീവൻ്റെ തുടിപ്പുണ്ടെന്ന്. ഇപ്പോഴേ ഇതൊന്നും ആരും അറിയേണ്ടെന്ന് ശങ്കരൻ നമ്പൂതിരി മാധവിയോടായി പറഞ്ഞു. പക്ഷേ എത്ര കാലം മറച്ചുവെക്കാൻ കഴിയുമെന്ന മാധവിയുടെ മറുചോദ്യത്തിനു മുന്നിൽ ശങ്കരൻ നമ്പൂതിരി ഒന്നു കുഴങ്ങി. ഒടുവിൽ മാധവിക്ക് ഒരു ഉത്തരം കൊടുക്കാതെ ശങ്കരൻ മടങ്ങി. നാളുകൾ കഴിയുന്തോറും അവളുടെ വയർ വീർത്തു വന്നു. തറവാട്ടിൽ നിന്നും അവൾ പുറത്താക്കപ്പെട്ടു. എന്നിട്ടും ശങ്കരൻ നമ്പൂതിരിയുടെ പേര് അവൾ പറഞ്ഞിരുന്നില്ല. പിന്നെയും സാവിത്രി വഴി ശങ്കരൻ നമ്പൂതിരിയെ അവൾ കണ്ടു. ഇത്തവണ ശങ്കരൻ്റെ കൂടെ സാവിത്രിയും ഉണ്ടായിരുന്നു. ഒടുവിൽ ആ സത്യം സാവിത്രിയും അറിഞ്ഞു. അപ്പോൾ മാധവിക്ക് മാസം 7 ആയിരുന്നു. സാവിത്രി വഴി വിഷ്ണു നമ്പൂതിരിയും ബ്രഹ്മദത്തൻ നമ്പൂതിരിയും ഈ വിവരം അറിഞ്ഞു. അവർ സ്നേഹം നടിച്ച് മാധവിയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു.
അവസാനം സാവിത്രിയും ശങ്കരനും വിഷ്ണുവും ബ്രഹ്മദത്തനും കൂടി അയൽനാട്ടിലേക്ക് പോകാമെന്ന് മാധവിയെ പറഞ്ഞു ധരിപ്പിച്ചു. ശേഷം 5 പേരും യാത്രയായി. അന്ന് രാത്രി കൊടുങ്കാട്ടിലെത്തിയതും ശങ്കരൻ നമ്പൂതിരി ഗർഭിണിയായ മാധവിയുടെ തലയ്ക്കടിച്ചു വീഴ്ത്തി. ശേഷം മുന്നേ കണക്കുകൂട്ടിയ പ്രകാരം ശരീരമാസകലം എന്തോ ദ്രാവകമൊഴിച്ചു. ശേഷം ഒരു കഷ്ണം വിറകുകൊള്ളിയെടുത്ത് അവളുടെ ശരീരത്തിലേക്ക് എറിഞ്ഞു. അവൾ അവിടെ കിടന്നുകൊണ്ട് ഉറക്കെ അലറിക്കരഞ്ഞു. അല്പസമയത്തിനകം ആ അലർച്ച നിന്നു. അവളുടെ കൂടെ ഒന്നുമറിയാത്ത പിഞ്ച് ജീവനും വെന്തു വെണ്ണീറായി. ബ്രഹ്മദത്തൻ പറഞ്ഞത് കേട്ട് ചുറ്റും കൂടി നിന്നവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീണു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ശങ്കരൻ നമ്പൂതിരിയുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്ന മൂർച്ചയുള്ള ഒരായുധമെടുത്ത് ബ്രഹ്മദത്തൻ്റെ ശിരസിന് നേർക്ക് ആഞ്ഞു വീശി. എല്ലാവരും അത് കണ്ട് സ്തബ്ധരായിപ്പോയി. ഒരു നിമിഷം കൊണ്ട് ബ്രഹ്മദത്തൻ്റെ ശിരസ് ഉടലിൽ നിന്നും വേർപെട്ട് നിലത്തേക്ക് വീണു. ആ കാഴ്ച അത്രയും ഭയാനകമായിരുന്നെങ്കിൽ കൂടിയും ആരുടെയും കണ്ണിൽ ഒരിറ്റ് സഹതാപം പോലും പ്രകടമായില്ല. മുഖത്താകെ രക്തത്തുള്ളികൾ വീണ് സംഹാരരുദ്രയെപ്പോലെ നിൽക്കുന്ന ശങ്കരൻ നമ്പൂതിരിയുടെ ഭാര്യയെ കണ്ട് മാധവിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീണു. കുറച്ചു കഴിഞ്ഞതും ശങ്കരൻ നമ്പൂതിരിയുടെ ഭാര്യ അവിടെ കുഴഞ്ഞു വീണു. കണ്ടുനിന്നവർ അവളെ കളത്തിൽ നിന്നും എടുത്തുമാറ്റി. തൻ്റെ പ്രതികാരം തീർത്ത മാധവി തൻ്റെ ശൗര്യം വെടിഞ്ഞു. ശേഷം എല്ലാവരെയും നോക്കി അവൾ മൗനയാത്ര പറഞ്ഞു. തൻ്റെ സഹോദരനായ ആദിത്യനെ അവൾ നിറകണ്ണുകളോടെ കൈകൾ കൂപ്പിത്തൊഴുതു. ആ സമയം ആദിത്യൻ നമ്പൂതിരിയുടെ മിഴികൾ ഈറനണിഞ്ഞു. പതിയെ പതിയെ മാധവി എന്ന യക്ഷി ധൂളികളായി വായുവിൽ അലിഞ്ഞ് എന്നേക്കുമായില്ലാതായി.